ഹായ് ഓൾ, എല്ലാവർക്കും സൂര്യ ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷുവിൻ്റെയൊക്കെ തിരക്കൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ. ഞാനിപ്പോൾ വിഷു സ്പെഷ്യലായിട്ട് എൻ്റെ വീടൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ വീട് അത്യാവശ്യം നല്ല കുളമാണ്. അപ്പോൾ ഞാൻ വൃത്തിയാക്കുന്നതിന് മുമ്പുള്ള വീഡിയോ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വീട് വൃത്തിയാക്കാൻ കൂടാം. ഇവിടം തൊട്ടാണ് നമുക്ക് വൃത്തിയാക്കാനുള്ളത്. ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം ഇച്ചിരി ശോകമാണ്. പിന്നെ ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഷു ആണല്ലോ എന്ന് വിചാരിച്ചിട്ട്, വിഷു ആണ് എന്തായാലും വൃത്തിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ശകലം മടി പിടിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഇത് കിടപ്പുണ്ട്. അടുക്കളയൊക്കെ ആണെങ്കിലും നല്ലോണം വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. നല്ല പണിയുണ്ട്. എപ്പോൾ തീരുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ചെയ്തു തുടങ്ങാം. ഈ സൈഡിലുള്ള ഈ ഷെൽഫുണ്ടല്ലോ, ഷെൽഫിലൊക്കെ സാധനങ്ങളുണ്ട്, അതെല്ലാം വൃത്തിയാക്കണം. പിന്നെ ഞങ്ങളുടെ റൂം വൃത്തിയാക്കണം. ഇത് പിന്നെ വേറെ സെക്കൻഡ് റൂമാണ്, അത് വൃത്തിയാക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്, ഇഷ്ടംപോലെ പണിയുണ്ട്. പണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ടിപ്പൊന്നും തരാൻ പറ്റിയില്ല, കാരണം നല്ലോണം പണിയുള്ളതുകൊണ്ട് ടിപ്പും കാര്യങ്ങളും ഒന്നും നടന്നില്ല. ഷെൽഫെല്ലാം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്, എല്ലാം തുടച്ച് എല്ലാം നീറ്റാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കളയാണെങ്കിലും അതെ, അടുക്കളയാണെങ്കിലും എല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞ് എല്ലാം അടുക്കി പെറുക്കി എല്ലാം വെച്ചിട്ടൊക്കെ ഉണ്ട്. പാത്രമെല്ലാം കഴുകി സിങ്കെല്ലാം വൃത്തിയാക്കി എല്ലാം കമത്തി വെച്ചു, എല്ലാം കഴുകി വെച്ചു, എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമാണെങ്കിലും അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ക്ലീനാക്കി. ഇവിടെ എല്ലാം ഉള്ള സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് തൂത്ത് തുടച്ച് നല്ല ഇതാക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കോലം കാണിക്കാത്തത്. എൻ്റെ കോലം കാണിച്ചാൽ വൃത്തിയിടാം. ബെഡ്റൂം വൃത്തിയാക്കി, ബെഡ്റൂം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം തുടച്ചിട്ടുണ്ട്. നമ്മുടെ ഡ്രീം ക്യാച്ചർ എല്ലാം പൊടി ഉണ്ടായതെല്ലാം തട്ടിക്കളഞ്ഞു. ആ ഷെൽഫെല്ലാം വൃത്തിയാക്കി. ഇനിയാണ് ഏറ്റവും വൃത്തികേടായിട്ട് കിടന്ന റൂം. എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്. ഞാനിതൊരു മേക്ക് ഓവർ തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കിഴിപിടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ഷെൽഫ് വാങ്ങിച്ചു, പിന്നെ ഈ ലൈറ്റ് കത്തുന്ന ലീഫ് വാങ്ങിച്ചു. ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. പിന്നെ അതിനെല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്തു. ഇതൊക്കെ എനിക്കൊരു ചേച്ചി വരച്ചു തന്നാണ്, ലോലിതാന്നൊരു ചേച്ചി വരച്ചു തന്നാണ്. പിന്നെ ലോലിതല്ല, ബിന്ദുവിനി എന്ന് പറഞ്ഞ ചേച്ചി വരച്ചു തന്നെയാണ്. പിന്നെ ബെഡെല്ലാം വിരിച്ച് ഹാപ്പി ആയിട്ട് കിടക്കുന്ന ബെഡ് തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നോക്കാവേ. ഇതാണ് റൂമിൻ്റെ ഒരു മേക്ക് ഓവർ ലുക്ക് എന്ന് പറയുന്നത്. ഇച്ചിരി അല്ല, നല്ല പണിയായിരുന്നു, കട്ടപ്പണിയായിരുന്നു. എന്തായാലും ഞാൻ ഇന്ന് നല്ല വൃത്തിയാക്കുന്നു. ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയത്. കണ്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും കാണിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ. എൻ്റെ ഇടയ്ക്കൊരു ബുദ്ധനെയൊക്കെ വെച്ച് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതൊരു കർട്ടൻ മാതിരിയുള്ള ലീഫാണ്, അതിങ്ങനെ ലൈറ്റൊക്കെ എത്തും. ഇപ്പോൾ നല്ല രസമാണ് കാണാൻ. ഇത് എനിക്കൊരു ഫ്രണ്ട് വരച്ചു തന്ന കൃഷ്ണനാണ് ആ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പൊളി ലുക്കായെന്ന് തോന്നുന്നു. എന്തായാലും എഫേർട്ട് എടുത്തതിന് കാര്യമുണ്ടായി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ എനിക്ക് വായനയൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് എൻ്റേതായിട്ടൊരു സ്പേസ് ഇല്ലാതിരുന്നത് കൊണ്ട് വായനയൊക്കെ കുറച്ച് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പം വീണ്ടും ഇവിടോട്ട് തന്നെ ഇരുന്നിട്ട് വായനയും എൻ്റെ ജേർണലിങ് പരിപാടികളും എല്ലാം ഇങ്ങോട്ട് തന്നെ ആക്കണം. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ഞാനിവിടെ ഒരു കുന്തിരിക്കൊക്കെ കത്തിച്ച് വെച്ച് റൂമിലൊരു പോസിറ്റീവ് വൈബൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ?